വാർത്തകളിലേക്ക് വിശദമായി പോകാം. സംസ്ഥാനത്ത് കോവിഡ് മൂന്നാം തരംഗം സൃഷ്ടിച്ച ആശങ്കകൾ അകലുന്നു എന്ന ശുഭകരമായ വാർത്തയോടെ നമുക്ക് തുടങ്ങാം. പ്രതിദിന കോവിഡ് കേസുകൾ 20,000-ൽ താഴെ വന്നിട്ടുണ്ട് കേരളത്തിൽ. ഇന്നലെ 20,000-ൽ താഴെയായിരുന്നു. TPR-ലും വലിയ കുറവാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ പ്രതിസന്ധിയിലായിരുന്നു നമ്മൾ. വീണ്ടും ഒരു ലോക്ക്ഡൗൺ മുന്നിൽ കണ്ടു. ഞായറാഴ്ച ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. പക്ഷേ ഇന്നലെ മുതൽ ഇങ്ങോട്ട് കൂടുതൽ ആശങ്ക ഒഴിവാകുന്ന, ആശ്വാസം പകരുന്ന വാർത്തകളാണ്. വരും ദിവസങ്ങളിൽ രോഗവ്യാപന തോത് ഗണ്യമായി കുറയുമെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. 24 ദിവസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 20,000-ൽ താഴെ എത്തിയത്. നേരത്തെ 2 ആഴ്ചയോളം 1,00,000-ന് മുകളിൽ നിന്നിരുന്ന പ്രതിദിന കേസുകൾ 20,000-ൽ താഴെ എത്തിയത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. 82,575 പേരെ പരിശോധിച്ചപ്പോഴാണ് ഇന്നലെ 18,420 കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. TPR നിരക്കിലും വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. ബുധനാഴ്ച 27% TPR ഇന്നലെ 22%-ലേക്ക് കുറഞ്ഞു. ഒരു ഘട്ടത്തിൽ 50%-നരികെ എത്തിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗണ്യമായി കുറഞ്ഞ 22%-ആയി മാറിയത്. പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണത്തിലും ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിലും കുറവുണ്ട്. ഫെബ്രുവരി 2ാം വാരത്തോടെ രോഗവ്യാപനത്തിന്റെ തോതിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരുന്നത്. അതിനാൽ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതിദിന കേസുകളുടെ എണ്ണവും TPR-ഉം 2ാം തരംഗത്തിന്റെ അവസാന ഘട്ടത്തിലേതിന് സമാനമായ സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ ചൈന CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങളിലടക്കം വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ CPI രേഖകളിലും ചൈനയ്ക്ക് വിമർശനമാണ്. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങളിലെ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിലുള്ള രേഖയിലാണ് ചൈനയുടെ നയസമീപനങ്ങളെ CPI കടന്നാക്രമിക്കുന്നത്. ചൈനയെ CPM നേതാവ് എസ് രാമചന്ദ്രൻപിള്ള പ്രശംസിച്ചത് വിവാദമായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോഴും ചൈനയുടെ നിലപാടുകൾ വിമർശന വിധേയമാണെന്നാണ് ജനകീയ ചൈനീസ് റിപ്പബ്ലിക് എന്ന തലക്കെട്ടോടെ CPI കുറ്റപ്പെടുത്തുന്നത്. ഇന്ത്യ ചൈന ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയത് ചൈനയുടെ സമീപനമാണ്. കിഴക്കൻ ലഡാക്കിൽ നിലനിൽക്കുന്ന സൈനിക സംഘർഷവും പാങ്കോങ്ങിലെ ഏറ്റുമുട്ടലും അതിർത്തിയിൽ സൈനികരെ അണിനിരത്തി നടത്തിയ ശക്തിപ്രകടനവും ചൂണ്ടിക്കാട്ടിയാണ് ചൈനയെ CPI പ്രതിക്കൂട്ടിലാക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളിൽ ആത്മപരിശോധന നടത്തി ചൈന തിരുത്തൽ വരുത്തണം എന്നാണ് CPI ചൂണ്ടിക്കാട്ടുന്നത്. മ്യാൻമാറിലെ പട്ടാള ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതും ശ്രീലങ്കയുമായി സൈനിക കരാറിൽ ഏർപ്പെടുന്നതും ചൈനയുടെ മോശം സമീപനമായി CPI ചൂണ്ടിക്കാട്ടുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തുന്ന ക്യൂബയെയും വിയറ്റ്നാമിനെയും ചൈന സഹായിക്കുന്നില്ലെന്നുള്ള രേഖയിലെ പരാമർശം CPM-നെ ലക്ഷ്യമിട്ടുള്ളതാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെയും പാർട്ടി കോൺഗ്രസിൻ്റെയും സമയക്രമത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സമ്മേളനങ്ങളുടെ സമയക്രമം തീരുമാനിക്കും. സംസ്ഥാന സമ്മേളനം മാർച്ച് 1 മുതൽ 4 വരെ എറണാകുളത്ത് നടക്കും. മാറ്റിവെച്ച ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 15, 16 തീയതികളിൽ നടത്താനും തീരുമാനമാകും. സർക്കാർ അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വഖഫ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹിത്വത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് മറുപടിയുമായി സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്ക. തിന്മയെ എതിർക്കുകയെന്ന വിശ്വാസിയുടെ ബാധ്യതയാണ് താൻ നിറവേറ്റിയതെന്നും അതിന് മുസ്ലിം ലീഗിന്റെ പിന്തുണയാണ് വേണ്ടതെന്നുമാണ് ഉമർ ഫൈസിയുടെ പ്രതികരണം. സമസ്ത അറിയാതെയാണ് ഉമർ ഫൈസി ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായതെന്നായിരുന്നു സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന. സർക്കാരിനെ പിന്തുണക്കുന്ന കക്ഷികൾ രൂപീകരിച്ച വഖഫ് ആക്ഷൻ കൗൺസിലിൽ സമസ്ത നേതാവ് ഉമർ ഫൈസി ഭാരവാഹിയായതിനെക്കുറിച്ചായിരുന്നു പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നീരസം നിറഞ്ഞ പ്രതികരണം. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് സമസ്ത പിന്മാറിയിരിക്കെ ഉമർ ഫൈസി ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായത് എങ്ങനെയെന്ന ചോദ്യത്തോട് സാദിഖ് അലി തങ്ങളുടെ മറുപടി ഇങ്ങനെ: അത് അയാൾ വ്യക്തിപരമായിട്ട് പോയതാണ്. ഞാനും സംസ്ഥയുടെ പ്രതിനിധിയാണ്. ഉമർ ഫൈസി വ്യക്തിപരമായിട്ട് പോയതാണ്, സംസ്ഥയുമായിട്ട് ബന്ധമില്ല. ഇല്ല, സംസ്ഥയുടെ തീരുമാനം അനുസരിച്ചല്ല അയാൾ പോയിട്ടില്ല. സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മറുപടിയുമായി ഉമർ ഫൈസി മുക്കം രംഗത്തെത്തി. വഖഫ് ഭൂമി വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. അന്യായം കണ്ടാൽ ചോദ്യം ചെയ്യുക വിശ്വാസിയുടെ ബാധ്യതയാണ്. ഈ ബാധ്യത നിറവേറ്റുന്നവരെ പിന്തുണക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യേണ്ടത്, ആക്ഷേപിക്കുകയല്ലെന്നും ഉമർ ഫൈസി പറഞ്ഞു. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കടമ അതിന് വളരെ വലുതാണ്. അത്തരം സംഗതികളോട് അനുകൂലമായ പ്രതികരണമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത്. അതിന് പോകുന്നവരെ വിലക്കുകയോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നതിന് പകരം പ്രോത്സാഹനം നടക്കുകയാണ് വേണ്ടത്.
സമസ്ത ഉന്നതാധികാര സഭയായ മുഷാവറ അംഗമാണ് ഉമർ ഫൈസി മുക്കം. സമസ്തയുടെ യുവജന സംഘടനയായ SYS വൈസ് പ്രസിഡന്റ് കൂടിയാണ് ലീഗ് നേതാവ് സ്വാദിഖ് അലി തങ്ങൾ. സമസ്ത പിന്മാറിയതോടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കായി ലീഗ് നേതൃത്വത്തിൽ രൂപീകരിച്ച മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അപ്രസക്തമായിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് INL നേതാക്കളുടെയും PTA റഹീം MLAയുടെയും നേതൃത്വത്തിൽ മുസ്ലിം സംഘടനകളെ പങ്കെടുപ്പിച്ച് രൂപീകരിച്ച വഖഫ് ആക്ഷൻ കൌൺസിലിന്റെ വൈസ് പ്രസിഡന്റായി ഉമർ ഫൈസിയെ തിരഞ്ഞെടുത്തത്. വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്ക് ശക്തി പകരുകയാണ് ആക്ഷൻ കൌൺസിലിന്റെ ലക്ഷ്യം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ഗുജറാത്തിലെ കച്ചിൽ സമുദ്രാതിർത്തിയിൽ പാകിസ്ഥാൻ ബോട്ടുകൾ പിടികൂടിയതിനെ തുടർന്ന് തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. BSF നടത്തിയ തെരച്ചിലാണ് 11 പാക് ബോട്ടുകൾ പിടികൂടിയത്. ചതുപ്പ് സ്ഥലങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പാക് സ്വദേശികളെന്ന് കരുതപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കായാണ് തെരച്ചിൽ തുടരുന്നത്. വിവരങ്ങളുമായി KP അഭിലാഷ് ഒപ്പം ചേരുന്നു. അഭിലാഷ്, ഇന്നലെ തന്നെ ദുഷ്കരമാണ് തെരച്ചിൽ എന്ന് BSF പറഞ്ഞിരുന്നു. വ്യോമസേനയുടെ സഹായമുണ്ടായിരുന്നു. ഇപ്പോഴെന്താണ് അവസ്ഥ? കൃഷ്ണരാജ്, ഇന്നലെ രാത്രിയാണ് BSF ഇതുമായി ബന്ധപ്പെട്ട വാർത്തയും വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്തത്. അതിനുശേഷം BSFന്റെയോ അല്ലെങ്കിൽ ആർമിയുടെയോ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും തിരച്ചിൽ അടക്കമുള്ള കാര്യങ്ങൾ ഊർജിതമായി തുടരുന്നു എന്നാണ്. 300 ചതുരശ്ര കിലോമീറ്ററിൽ ആണ് BSF തിരച്ചിൽ ശക്തമാക്കിയിട്ടുള്ളത്. കച്ച് മേഖലയിൽ പാക് മത്സ്യബന്ധന ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളും നുഴഞ്ഞുകയറ്റം നടത്തുന്നു എന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു BSFന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിലായിരുന്നു 11 ബോട്ടുകൾ കണ്ടെടുക്കുകയും ചെയ്തത്. എന്നാൽ പാക് സ്വദേശികൾ ആയ മത്സ്യത്തൊഴിലാളികൾ എന്ന് കരുതപ്പെടുന്നവർ ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് BSFന്റെ വിലയിരുത്തൽ. ഇതിനെ തുടർന്നായിരുന്നു പരിശോധന കർശനമാക്കിയിട്ടുള്ളത്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് 3 സംഘങ്ങളായാണ് തിരച്ചിൽ നടത്തിയത്. എന്നാൽ ആളുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ബോട്ടുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും BSF വാർത്തയായി പുറത്തുവിട്ടിട്ടില്ല. കൃഷ്ണരാജ്, അഭിലാഷ്, ഇവിടെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ കീഴടങ്ങാം, അല്ലെങ്കിൽ അത്ര പ്രയാസപ്പെട്ട് ഒളിച്ചിരിക്കേണ്ട സാഹചര്യമൊന്നുമില്ല ചതുപ്പുകളിൽ. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് മത്സ്യത്തൊഴിലാളികളെന്ന് സംശയിക്കാം. മത്സ്യത്തൊഴിലാളികൾ സംശയത്തിന് മാത്രമേ അവിടെ ബലമുള്ളൂ. ഒരുപക്ഷെ പാക് തീവ്രവാദ ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോ ഒക്കെ ആകാം. കൃഷ്ണരാജ്, ഈ വിഷയത്തിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നാണ് സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. കാരണം മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും ദിശ മാറി സമുദ്രാതിർത്തികൾ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ദിശ മാറിയെത്തുന്ന മത്സ്യത്തൊഴിലാളികളെ ചില രാജ്യങ്ങൾ അടക്കം തടവിൽ പാർപ്പിക്കുകയും അത് വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അത്തരം സാധ്യതകൾ നമുക്ക് ഈ ഘട്ടത്തിലും തള്ളിക്കളയാനാവില്ല. അവർ യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളായിരുന്നോ, അവർ ഏതെങ്കിലും തരത്തിൽ ദിശ മാറി എത്തുകയോ അവർ ഭയന്ന് മാറി നിൽക്കുന്നവരാണോ എന്നതിൽ അവ്യക്തതയുണ്ട്. അല്ല എങ്കിൽ തീർച്ചയായും നുഴഞ്ഞുകയറ്റത്തിനായി തന്നെ വളരെ കൃത്യമായി ആസൂത്രിതമായി ഈ പ്രദേശങ്ങളിലേക്ക് എത്തിയവർ ആകാം. മറ്റൊന്ന്, തീവ്രവാദ സംഘടനകളുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യം ആണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ അതിർത്തികൾ കടന്ന് എത്തുന്ന സാഹചര്യം. അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ അതിർത്തി കര അതിർത്തിക്ക് പകരം കടൽ മാർഗം ഉൾപ്പെടെ പ്രത്യേകിച്ച് ഇന്ത്യൻ തീരങ്ങളിലേക്ക് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് കരുതപ്പെടുന്നവരെ കണ്ടെത്തിയിട്ടുള്ളത് എന്നതിന്റെ സ്ഥിരീകരണം വരേണ്ടത് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നാണ്. അത്തരമൊരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ വഴിതെറ്റി വന്നതാകാം, അല്ലെങ്കിൽ വളരെ കൃത്യമായി ആസൂത്രിതമായി കടന്നു കയറുന്നവരാകാം. അതല്ല എങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇങ്ങനെയൊരു സാധ്യത BSF മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൃഷ്ണരാജ്, നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറ്റം ഉണ്ട്. അതായത് മത്സ്യത്തൊഴിലാളികളെ മറയാക്കിയോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ എന്ന നിലയിലോ ഒക്കെ പാകിസ്ഥാനിൽ നിന്നുള്ളവർ നുഴഞ്ഞു കയറുന്നുണ്ട് രാജ്യത്തേക്ക് എന്ന തരത്തിൽ BSFന് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കച്ച് മേഖലയിൽ ഗുജറാത്തിലെ കച്ച് തീരത്തിലൂടെയാണ് ഇത്തരത്തിൽ കടന്നുകയറ്റം ഉണ്ടാകുന്നത് എന്ന വിവരം ആണ് BSFന് നേരത്തെ ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് BSF പരിശോധന കർശനമാക്കിയത്. നേരത്തെയും ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ കച്ച് തീരത്ത് നിന്ന് ബോട്ടുകൾ കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നായിരുന്നു BSF ഊർജിതമായി തെരച്ചിൽ ആരംഭിച്ചത്. മാത്രവുമല്ല, ഇത്
ശ്രമകരമായ ദൗത്യം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം തന്നെ BSF വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഏതാണ്ട് 300 ചതുരശ്ര കിലോമീറ്റർ മേഖലയിൽ ആണ് BSF തെരച്ചിൽ ശക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 11 ബോട്ടുകൾ പിടികൂടിയത്. ഇത് പാകിസ്ഥാൻ ബോട്ടുകൾ ആണ് എന്ന കൃത്യമായി BSFന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരുന്നു. എന്നാൽ എന്താണ് ഇത്തരത്തിൽ ഒരു ബോട്ടുകൾ കണ്ടെത്തിയ പശ്ചാത്തലം, ഇതിൽ എത്ര യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്, ഈ യാത്രക്കാരുടെ ഐഡന്റിറ്റി എന്ത്, ഉദ്ദേശം എന്ത് എന്നത് സംബന്ധിച്ച് BSFന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണമോ പ്രതികരണമോ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് അത്തരത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് BSFന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഗുജറാത്തിലെ കച്ച് തീരത്ത് 11 പാക് ബോട്ടുകൾ പിടികൂടി. അത് സ്ഥിരീകരണമാണ്. പക്ഷേ അതിൽ വന്നവർ ഒളിച്ചിരിക്കുന്നതിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് BSFും വ്യോമസേനയും അടക്കമുള്ളവർ. പക്ഷേ അവരുടെ ഐഡൻറ്റിറ്റി എന്തെന്ന് വ്യക്തമല്ല, ലക്ഷ്യമെന്തെന്നും വ്യക്തമല്ല. അതിനെ സംബന്ധിച്ച് സ്ഥിരീകരണം ഇന്നുണ്ടാകും എന്നാണ് അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. മലമ്പുഴ കുറുമ്പാച്ചിമലയിലെ പാറയിടുക്കിൽ നിന്ന് കരസേന രക്ഷപ്പെടുത്തിയ ബാബു ഇന്ന് ആശുപത്രി വിട്ടേക്കും. രാവിലെ ബാബുവിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിൽ ബാബുവിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്നൊപ്പം ചേരുന്നു. പ്രസാദ്, 46 മണിക്കൂറുകൾ നമ്മളെ ആകെ മുൻമുലയിൽ നിർത്തിയതാണ്. അതിനുശേഷവും ആ വാർത്തയുടെ ആവേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതി അവസാനിക്കുന്നില്ല. ഇന്ന് ബാബു ആശുപത്രി വിടുമെന്ന് ഉറപ്പാണോ? ആരോഗ്യസ്ഥിതി ഇന്നലെ മെച്ചപ്പെട്ടിരുന്നു. കൃഷ്ണരാജ്, ഇന്ന് രാവിലെ ഡോക്ടർമാർ വന്നതിന് ശേഷം പരിശോധനകൾ നടത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് DMO വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ബാബുവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്നലെ എക്സ്റേ, CT സ്കാൻ, രക്തപരിശോധന എന്നിവയെല്ലാം തന്നെ നടത്തിയിരുന്നു. അതെല്ലാം തന്നെ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹൃദയം, തലച്ചോറ് എന്നിവയുടെ പരിശോധനകളിലൊന്നും തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കൂടുതൽ വിശ്രമമാണ് ആവശ്യം. അത് വീട്ടിലേക്ക് മാറ്റിയാൽ തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ട് എല്ലാം തന്നെ നടക്കുകയെല്ലാം തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ രാവിലെ വന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും, മെഡിക്കൽ സംഘം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. എന്നാലും ഉച്ച കഴിഞ്ഞ് ബാബു വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വീട്ടുകാർക്കെല്ലാം തന്നെയുള്ളത്. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ഈ രക്ഷപ്പെടുത്തൽ കഴിഞ്ഞെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ ആവേശവും അത്തരം ഒപ്പം പോയിരുന്ന കുട്ടികളെല്ലാം തന്നെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഏത് സാഹചര്യത്തിലാണ് പോയത് എന്നിവയെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആളുകൾ കാത്തിരിക്കുകയാണ് ബാബു പറയുന്നത്. ബാബു എങ്ങനെയാണ് അവിടെ അത്തരമൊരു വലിയൊരു പാറയിടുക്കിൽ പെട്ടത്, എങ്ങനെയാണ് 3 ദിവസം കഴിഞ്ഞത്, ഇത്തരം കാര്യങ്ങളെല്ലാം ബാബുവിൽ നിന്ന് തന്നെ നേരിട്ടറിയാൻ ആളുകൾക്ക് വലിയ താല്പര്യമുണ്ടാകും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ ബാബുവിനോട്, കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്ന അത്തരം കാര്യങ്ങളൊന്നും നിലവിൽ ഈ ആശുപത്രി വിടുന്നത് വരെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ചോദിക്കരുത് എന്നത് കുടുംബാംഗങ്ങളോട് പോലും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രി വിട്ടതിന് ശേഷം മാത്രമായിരിക്കും പ്രസാദ്, ആശുപത്രി വിട്ടാലും ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ആളുകളുമായി അധികം സംവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ബാബുവിന് കൗൺസിലിംഗ് അടക്കം കൊടുക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായും കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം, അതായത് ഡിസ്ചാർജ് കൗൺസിലിംഗ് എടുത്തതിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നതാണ് ഇന്നലെ DMO വ്യക്തമാക്കിയത്. അതായത് രാവിലെ ആരോഗ്യ പരിശോധനകൾ നടത്തും. അതിൽ തൃപ്തികരമാണെങ്കിൽ അടുത്തത് കൗൺസിലിംഗിൽ അവിടെ വെച്ച് തന്നെ കൗൺസിലിംഗ് നൽകും. പിന്നീട് കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ വലിയ തോതിൽ സന്ദർശകരെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ദിവസങ്ങളിൽ വിശ്രമം ആവശ്യമാണ്. കാരണം 2 ദിവസം പൂർണ്ണമായും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിഞ്ഞതാണ്. അത്തരം ഉണ്ട്. പിന്നെ മറ്റൊന്ന്, ഇത്തരം ഒരു അപകടാവസ്ഥയിൽ കഴിഞ്ഞ ഒരു മെന്റൽ ട്രോമ ഉണ്ടാകും. അതെല്ലാം തരണം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ബാബു വളരെ മനക്കരുത്തോടു കൂടി തന്നെയാണ് നിന്നിട്ടുള്ളത്. അതിന്റെ തന്നെ വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ഇന്നലെ വൈകിട്ട് സന്തോഷകരമായ ഒരു വാർത്ത കേട്ടത്, വൈകിട്ട് അവിടെ ബാബു അദ്ദേഹത്തിന്റെ തീവ്രപരിചരണ മുറിയിൽ ഏറെ നേരം നടക്കുകയെല്ലാം തന്നെ ചെയ്തിരുന്നു. അതെല്ലാം തന്നെ വലിയ ആശ്വാസത്തിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ഡിസ്ചാർജിലേക്ക് പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഡോക്ടർമാരെല്ലാം തന്നെ പങ്കുവച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ, ഇത് ബാബുവിന് ഏത് രീതിയിലാണ് ആ അപകടാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക്, അത് പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ ബാബു അക്കാര്യങ്ങളെല്ലാം തന്നെ പറയുള്ളൂ. ഡോക്ടർമാരും അക്കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുടുംബാംഗങ്ങളോട് പോലും. അത്തരം കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുന്നതിന് കുറച്ച് സാവകാശം വേണം. അതിനുശേഷം മാത്രമേ
മാത്രമേ അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാൻ പാടുള്ളൂ എന്ന് ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് ബാബുവിൽ നിന്നും നാളെയോ അല്ലെങ്കിൽ ബാബുവിന്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണസ്ഥിതിയിലെത്തിയതിനു ശേഷം ബാബുവിൽ നിന്ന് അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. എങ്ങനെയാണ് ബാബു അവിടെ അത്രയും ദിവസം 2 ദിവസം 2 പകലും 2 രാത്രിയും തങ്ങിയത്, അതെങ്ങനെയാണ് തരണം ചെയ്തത്, അത്തരം കാര്യങ്ങളെല്ലാം എന്തായാലും അറിയാൻ കാത്തിരിക്കുകയാണ്. കൃഷ്ണരാജ് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനം ബാബുവിന്റെ ആരോഗ്യസ്ഥിതി തന്നെയാണ്. അദ്ദേഹം പൂർണ്ണസ്ഥിതിയിലേക്ക് വന്നതിന് ശേഷം മാത്രമായിരിക്കും അത്തരം കാര്യങ്ങളിൽ ബാബുവോട് നമ്മളും തന്നെ പ്രതികരണങ്ങളെല്ലാം തന്നെ തേടുക. പ്രസാദ്, ബാബുവിന്റെ വീട്ടുകാർ എന്ത് പറയുന്നു? വീട്ടുകാർ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഇന്നലെ എല്ലാം നമ്മൾ ബാബുവിന്റെ ഉമ്മയും സഹോദരങ്ങളുമായും എല്ലാം സംസാരിച്ചിരുന്നു. അവർ ബാബു ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവരോടെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നു. അതിലെല്ലാം തന്നെ വലിയ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. കാരണം ബാബു ആയിരുന്നു ആ വീടിന്റെ ഒരു വലിയ അത്താണി. ബാബു രാവിലെ പത്രം വിതരണം ചെയ്താണ് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബാബുവിന് അടുത്ത് തന്നെ ജോലിയിലേക്ക് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ബാബുവിന് നിരവധി ഓഫറുകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു എന്നാണ് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. വിവിധ സ്ഥാപനങ്ങളെല്ലാം തന്നെ ജോലി നൽകാൻ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾ അവരുടെ മിലിറ്ററി ചേരണം, ഇത് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ശേഷം ബാബു പറഞ്ഞത്, ഇന്നലെ അതിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളെല്ലാം തന്നെ പറഞ്ഞത് ബാബുവിന് മിലിറ്ററിയിൽ ചേരണം എന്നൊരു ആഗ്രഹം പങ്കുവച്ചു എന്നുള്ളതാണ്. അവിടെ തിരുവനന്തപുരത്ത് അവിടെ മിലിറ്ററി ക്യാമ്പിൽ ബാബു ഏറെക്കാലം അവിടുത്തെ ഒരു ക്യാൻറ്റീനിൽ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു. അങ്ങനെ ആ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് പട്ടാളത്തിൽ ചേരണമെന്ന ആവേശമുണ്ടായിരുന്നു. എല്ലാം കുടുംബാംഗങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ ആരോഗ്യസ്ഥിതി പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങൾ തന്നെയായിരിക്കും എന്നുള്ളതാണ്. നിരവധി ചാനലുകൾ ബാബുവിന്റെ ഇന്റർവ്യൂവിനായി കാത്തു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പ്രോഗ്രാമുകൾ ബാബുവിനെ വെച്ച് ആളുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരുടെ നാട്ടുകാർ സ്വീകരണം നൽകാൻ ഒരുങ്ങുന്നുണ്ട്. എന്തായാലും വലിയ തിരക്കുകളിലേക്ക് ആയിരിക്കും ബാബു ഇനി കുറച്ച് ദിവസം പോകുക. എന്തായാലും ബാബുവിന്റെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും തിരിച്ചു വരുന്നത് വരെ ബാബുവിന് വിശ്രമം വേണ്ടിവരും. ഒരു 2 ദിവസമെങ്കിലും വിശ്രമം വേണ്ടിവരുമെന്ന് തന്നെയാണ്, ഡിസ്ചാർജ് ചെയ്താലും വേണ്ടിവരുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. അതായത് 46 മണിക്കൂർ വല്ലാത്തൊരവസ്ഥയിലായിരുന്ന ബാബു ഇനി അങ്ങോട്ട് കൂടുതൽ തിരക്കേറിയ ഒരാളായി മാറാൻ പോവുകയാണ്. ആരോഗ്യസ്ഥിതി പൂർണ്ണമായ മെച്ചപ്പെടലിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ എന്താണ് ബാബുവിന് സംഭവിച്ചത്, ആ മണിക്കൂറുകളെ അറിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിരവധി പേർ ജോലി വാഗ്ദാനവുമായി രംഗത്ത് വരുന്നുണ്ട്. പട്ടാളത്തിൽ ചേരണമെന്നാണ് ബാബുവിൻ്റെ ആഗ്രഹം. ഇനി മീഡിയകൾക്കും ബാബു ഒരു ഹീറോയാണ്, ഇപ്പോൾ തന്നെ ഹീറോയാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ അതിലേറെ ഹീറോ ആകാൻ ഇരിക്കുന്നു. അങ്ങനെ സന്തോഷത്തിൻ്റെ വാർത്തകളാണ് ബാബുവിൽ നിന്ന് വരാനിരിക്കുന്നത്. ഏതാനും ബാബുവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൗൺസിലിംഗ് കഴിഞ്ഞ ശേഷം ബാബുവിൻ്റെ കൂടുതൽ പ്രതികരണവും ഉണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പിശ്ശേരി. ഇന്നലെ രാത്രി അന്തരിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ്റെ മൃതദേഹം വൈകിട്ട് ഖബറടക്കും. 5 മണിക്ക് കോഴിക്കോട് കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ് പള്ളിയിലാണ് സംസ്കാരം. വൃക്കസംബന്ധമായ അസുഖത്തിന് ചികിത്സയിലിരിക്കെ രാത്രി 10:30 അന്ത്യം. 1991 മുതൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു. വിവരങ്ങളുമായി എസ് വിനീഷ് കുമാർ കോഴിക്കോട് നിന്നൊപ്പം ചേരുന്നു. വിനീഷ്, മറ്റു വിവരങ്ങൾ? കൃഷ്ണരാജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രധാനമായും ഓർമ്മ വരുന്ന ഒരു ചിത്രമായിരുന്നു ടി നസറുദ്ദീൻ്റെത്. അത് അങ്ങനെ തന്നെയാണ്. എല്ലാവരും വ്യാപാരികൾക്കിടയിലെല്ലാം തന്നെ അദ്ദേഹം ശ്രദ്ധേയനായതും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹമാണ് ഇന്നലെ രാത്രി 10:30 അന്തരിച്ചത്. അദ്ദേഹത്തിനുള്ള ദുഃഖസൂചകമായി ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നിയന്ത്രണത്തിലുള്ള പൂർണ്ണമായും അടച്ചിടും എന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 1944 ഡിസംബർ 25 കോഴിക്കോട് കൂടാരപ്പുരയിൽ TK മുഹമ്മദിന്റെയും അസ്മാബിയുടെയും 6ാമത്തെ മകനായാണ് ജനിച്ചത്. ഭാര്യയും 4 മക്കളുമുണ്ട്. 1980 മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറിയായാണ് സംഘടനാ പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. 1984 വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റായി. 1985 സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി. കേരളത്തിൽ വ്യാപാരികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് എക്കാലവും മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി വ്യാപാരി വ്യവസായിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച അദ്ദേഹമായിരുന്നു. എന്തോ കാരണവശാൽ അത് നടക്കാതെ പോയി. എങ്കിൽ പോലും മാറി മാറി വരുന്ന സർക്കാരിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സംഘടനയായി മാറാൻ വ്യാപാരി വ്യവസായിയെ നയിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ അത് വ്യാപാര മേഖലയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് അദ്ദേഹത്തിന്റെ
ശവസംസ്കാരം ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിന് ശവസംസ്കാരം നടത്തുന്നത്. പ്രമുഖരെല്ലാം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും 78 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ അന്തരിച്ചു. ഖബറടക്കം വൈകുന്നേരം 5 മണിക്ക് നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് വിനേഷ് കുമാർ. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കും. മറ്റു വാർത്തകളിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് ചൂടിൽ ഉത്തർപ്രദേശ്. ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ഊർജിതമായി. പടിഞ്ഞാറൻ യുപിയിലെ 11 ജില്ലകളിലായി 58 മണ്ഡലങ്ങളാണ് ഇന്നലെ വിധിയെഴുതിയത്. അടുത്ത തിങ്കളാഴ്ചയാണ് രണ്ടാം ഘട്ടം. ഉത്തരാഖണ്ഡ്, ഗോവ സംസ്ഥാനങ്ങളും രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതും. കോവിഡ് മൂന്നാം തരംഗം ഉച്ചസ്ഥായിയിൽ നിൽക്കെയായിരുന്നു ഉത്തർപ്രദേശിലെ ആദ്യഘട്ട പ്രചാരണം ചൂടുപിടിച്ചത്. റാലികൾക്കും പൊതുയോഗങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന കർശന നിയന്ത്രണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ പടിഞ്ഞാറൻ യുപിയിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രതികരണമാണ് വോട്ടർമാർ നൽകിയത്. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ 9 ജില്ലകളിലെ 55 മണ്ഡലങ്ങൾ വിധിയെഴുതും. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ നേതാക്കളുടെ വാക്പോരും രൂക്ഷമായി. കോൺഗ്രസ്, SP, BSP പാർട്ടികളെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഷഹ്റാൻപൂരിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലി. സഹാറൻപൂർ के समस्त भाइयों और बहनों को आदरपूर्वक नमस्कार. പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാഹുൽ ഗാന്ധി മറുപടി നൽകി. हमने कैलकुलेशन किया है कि इस देश में जिसकी भी आमदनी 12,000 रुपए प्रति महीना से कम है, उन परिवारों को हिंदुस्तान की सरकार आसानी से, बिना मुश्किल हर साल 72,000 रुपए सीधा बैंक अकाउंट में डाल सकते. കുടുംബമുണ്ടാവുക, കുടുംബസ്ഥനാവുക എന്നതിൽ അഭിമാനിക്കുന്ന ആളാണെന്നും കുടുംബത്തെ ഉപേക്ഷിച്ച് എവിടേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമായിരുന്നു കുടുംബാധിപത്യത്തിനെതിരായ വിമർശനത്തിന് അഖിലേഷ് യാദവിന്റെ മറുപടി. ഉത്തരാഖണ്ഡ്, ഗോവ സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ന്യൂസ് 18 ഡൽഹി. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ സെഷൻ ഇന്ന് അവസാനിക്കും. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് ചർച്ചയ്ക്ക് ഇന്ന് രാജ്യസഭയിൽ മറുപടി പറയും. കോൺഗ്രസിനെ കടന്നാക്രമിച്ചായിരുന്നു ലോക്സഭയിൽ ഇന്നലെ നിർമ്മല സീതാരാമന്റെ മറുപടി പ്രസംഗം. കോൺഗ്രസ് ഭരണകാലത്തെ അഴിമതികളും നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടി. തൊഴിലുറപ്പ് വിഹിതം വെട്ടിക്കുറച്ചുവെന്ന പ്രതിപക്ഷ ആരോപണവും കേന്ദ്ര സർക്കാർ തള്ളി. നടപ്പു വർഷത്തേക്കാൾ കൂടുതലാണ് ബജറ്റിലെ പ്രഖ്യാപനമെന്ന് നിർമ്മല സീതാരാമൻ അവകാശപ്പെട്ടു. അടുത്ത 25 വർഷത്തേക്കുള്ള വികസന മാർഗരേഖ എന്നാണ് അവതരണ വേളയിൽ കേന്ദ്ര സർക്കാർ ബജറ്റിനെ വിശേഷിപ്പിച്ചത്. മാർച്ച് 14 വീണ്ടും സഭ സമ്മേളിക്കും. ക്ലാസ്സിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉടുപ്പിയിലെ PU കോളേജ് വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതിയുടെ വിശാല ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹിജാബ് വിഷയത്തിൽ തുടർച്ചയായി വാദം കേൾക്കുമെന്നും വൈകാതെ വിധി പ്രസ്താവിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. വിധി വരുന്നതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കാൻ വാശി പിടിക്കരുതെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 25 പ്രകാരം ശിരോവസ്ത്രം ധരിക്കുന്നത് മൗലികാവകാശത്തിൽ വരുമോ എന്ന വിഷയമാണ് കോടതി പരിശോധിക്കുന്നത്. ശിരോവസ്ത്രം ധരിക്കുന്നത് അനിവാര്യമായ മതപരമായ ആചാരത്തിന്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരായ പരാതി ലോകായുക്ത ഇന്ന് വീണ്ടും പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്കായി പണം വകമാറ്റി ചെലവാക്കിയെന്നാണ് പരാതി. അന്തരിച്ച NCP സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഉഴവൂർ വിജയന്റെ മക്കളുടെ പഠനത്തിനും ചെങ്ങന്നൂർ MLA ആയിരുന്ന KK രാമചന്ദ്രന്റെ മരണത്തെ തുടർന്ന് കാറിന്റെ വായ്പ അടക്കമുള്ള ബാധ്യത തീർക്കാനും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചെന്ന് പരാതിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ പരാതി പരിഗണിക്കവേ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം അനുവദിച്ചത് സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാൻ ലോകായുക്ത സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച സർക്കാർ രേഖകൾ സമർപ്പിച്ചിരുന്നു. ഇന്ന് പരാതിയിൽ വിശദമായ വാദം കേൾക്കും. കോട്ടയം കുറിച്ചി സ്വദേശിയായ യുവാവിനെ കപ്പലിൽ നിന്ന് കാണാതായി. കുറിച്ചി സ്വദേശി ജസ്റ്റിൻ കുരുവിളയെയാണ് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്ക് പോയ ചരക്കു കപ്പലിൽ നിന്ന് കാണാതായത്. ജസ്റ്റിനെ കണ്ടെത്താൻ വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി ഇടപെടണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു.
നാളെ ഞാൻ വിളിക്കാം, ഞാൻ പോയി കഴിക്കട്ടമ്മ എന്ന് പറഞ്ഞ് കഴിക്കാനൊക്കെ പോയത്. ഞാൻ അറിഞ്ഞില്ല ഇത്ര പേര് പെട്ടെന്ന്. എൻ്റെ കൊച്ചിനോട് ഞാൻ ഇച്ചിരിയോടൊക്കെ ഞാൻ സംസാരിച്ചേനെ, എനിക്കറിയത്തില്ല. ഒരു നാടാകെ കാത്തിരിക്കുകയാണ് ജസ്റ്റിനെ. ഏറ്റവും ഒടുവിൽ ശനിയാഴ്ചയാണ് ജസ്റ്റിൻ അമ്മയെ വിളിച്ച് സുഖാന്വേഷണം നടത്തിയത്. ജോലി ചെയ്യുന്ന കമ്പനിയാണ് ജസ്റ്റിനെ കാണാനില്ലെന്ന വിവരം ബന്ധുക്കളെ അറിയിച്ചത്. ശനിയാഴ്ച വൈകിട്ട് വിളിച്ചാണ്, അമ്മയെ വിളിച്ച് സംസാരിച്ചതാണ്. അത് ഇന്നലെ രാവിലെ ജ്യേഷ്ഠനെ വിളിച്ച് അവരുടെ ബോംബെ ഓഫീസിൽ നിന്ന് പറയുന്നത് ഇതുപോലെ ജസ്റ്റിൻ മിസ്സായെന്ന് അറിയിക്കുന്നു. അത് കഴിഞ്ഞ് അവർ ഒരു 12 മണിയായപ്പോഴത്തേക്കിന് ഒരു മെയിൽ ചെയ്തു, ജസ്റ്റിന് മിസ്സായെന്ന് പറഞ്ഞുള്ള മെയിൽ തരുന്നു നമുക്ക് രേഖാമൂലം. അത് കഴിഞ്ഞ് 5 മണിയായപ്പോൾ അവർ എറണാകുളത്തെ ഓഫീസിൽ നിന്ന് ആൾ വീട്ടിൽ വന്ന് പേപ്പർ തന്നു, ഇതുപോലെ മിസ്സായെന്നും പറഞ്ഞു. ചരക്ക് കപ്പലിൽ ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു ജസ്റ്റിനും ഒപ്പമുള്ള ജീവനക്കാരും. കടലിൽ ഒരു ദിവസം തെരച്ചിൽ നടത്തിയെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 6 വർഷം മുൻപാണ് സ്ട്രീം അറ്റ്ലാന്റിക് എന്ന കപ്പലിൽ ജസ്റ്റിൻ ജോലിക്ക് കയറിയത്. കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മരിച്ച അന്തേവാസിയായ യുവതിയുടെ തലയിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. അന്തേവാസികൾ ഏറ്റുമുട്ടിയതിന് പിന്നാലെയാണ് മഹാരാഷ്ട്ര സ്വദേശിനി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. ഇന്നലെ രാവിലെ 8ഓടെയാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മഹാരാഷ്ട്ര സ്വദേശിനിയായ ജിയാറാം ജിലോട്ടിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രിയിൽ ജിയാറാമുമായി മറ്റൊരു അന്തേവാസി ഏറ്റുമുട്ടിയിരുന്നു. ജിയാറാമിന്റെ തലയിൽ ആഴത്തിൽ മുറിവുണ്ടായതായാണ് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. മർദ്ദനമേറ്റതിനെ തുടർന്നാണ് ജിയാറാം കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഘടനത്തെ തുടർന്ന് മറ്റൊരു തടവുകാരുടെ മൂക്കിൽ നിന്ന് രക്തം വന്നിരുന്നു. ജിയാറാം ഉൾപ്പെടെ 3 തടവുകാർ ഒരു സെല്ലിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ജിയാറാം ജിലോട്ടിന്റെ മൃതദേഹം ഇന്ന് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ന്യൂസ് 18 കോഴിക്കോട്. വിലയിടിവും വിളനാശവും മൂലം വയനാട്ടിൽ കർഷകർ വീണ്ടും ജപ്തി ഭീഷണിയിൽ. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ 1000-ലധികം കർഷകരുടെ വായ്പാ കുടിശ്ശിക തിരികെ പിടിക്കാൻ ബാങ്കുകൾ നടപടി തുടങ്ങി. വയനാട്ടിലെ പ്രധാന കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി പഞ്ചായത്തുകളിലെ 1000-ലധികം കർഷകരാണ് ജപ്തി ഭീഷണിയിലായിട്ടുള്ളത്. ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങിയതോടെയാണ് കർഷകർ കടുത്ത പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 200ഓളം കർഷകർക്കാണ് നോട്ടീസ് ലഭിച്ചത്. ഇഞ്ചി കൃഷിയായിരുന്നു ഒരു വലിയ വരുമാനമെന്ന് പ്രതീക്ഷയിൽ കൃഷി ചെയ്തത്. അത് ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ മാർക്കറ്റില്ലാതായി, എടുക്കാൻ ആളില്ലാതായി, അത് കൃഷിയിടങ്ങൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ. അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്കിപ്പോൾ മുന്നോട്ട് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയെത്തി. അപ്പോൾ ഈ സമയത്താണ് ബാങ്കിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ വന്ന് എൻ്റെ ഭൂമി കൈവശപ്പെടുത്തിയതായിട്ട് എന്നെ അറിയിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. കാലാവസ്ഥാ വ്യതിയാനവും വിലത്തകർച്ചയും വിളനാശവും കോവിഡ് പ്രതിസന്ധിയും കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഭൂരിഭാഗം കർഷകരും ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് കൃഷി ചെയ്തു വരുന്നത്. പ്രതീക്ഷിച്ച വിളവ് ലഭിക്കാതെ വന്നതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്കുകൾ നിയമ നടപടിക്കൊരുങ്ങുന്നത്. ഈ രീതിയിൽ കർഷകർ കുടുങ്ങി നിൽക്കുന്ന, അതായത് വളരെ 90കളിൽ സംഭവിച്ച വലിയൊരു ആത്മഹത്യയുടെ വക്കിലേക്കാണ് ഇന്ന് കർഷകർ ഈ പറയുന്ന പഞ്ചായത്തുകളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇപ്പോൾ പെട്ടെന്ന് കർഷകരുടെ മുമ്പിൽ ഒരു ജപ്തി നടപടിയായിട്ട് ബാങ്കുകൾ വന്നാൽ നമുക്ക് വലിയൊരു ദുഃഖത്തിന് ഇടയാകേണ്ട സാഹചര്യങ്ങളുണ്ടാവും. കർഷകരെ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് രക്ഷിക്കാനാവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ബാങ്കുകളുടെയും ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ആവശ്യം. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. മറ്റു വാർത്തകളിലേക്ക് പോകാം. സ്പേസ് പാർക്കിൽ ജൂനിയർ കൺസൾട്ടന്റായി നിയമിച്ച സ്വപ്ന സുരേഷിന് നൽകിയ ശമ്പളം തിരികെ പിടിക്കാൻ സർക്കാർ. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനാണ് സർക്കാർ കത്ത് നൽകിയത്. PwC ആണ് നിയമനത്തിനായി സ്വപ്നയെ തെരഞ്ഞെടുത്തത് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തുക തിരിച്ചടയ്ക്കാതെ കൺസൾട്ടൻസി ഫീസായി PwCക്ക് നൽകാനുള്ള 1 കോടി രൂപ നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം. സ്പേസ് പാർക്കിൽ സ്വപ്നയുടെ ശമ്പളമായി 19,06,730 രൂപയാണ് PwCക്ക് അനുവദിച്ചത്. ഇതിൽ GST ഒഴിവാക്കിയ തുകയായ 16,15,873 രൂപ PwCയിൽ നിന്ന് ഈടാക്കാൻ KSITIL MD അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. PwCയിൽ നിന്ന് തുക ഈടാക്കാൻ കഴിയാതെ വന്നാൽ അന്നത്തെ IT സെക്രട്ടറിയും KSITIL ചെയർമാനുമായ ശിവശങ്കർ IAS, അന്നത്തെ MD C ജയശങ്കർ പ്രസാദ്, സ്പെഷ്യൽ ഓഫീസറായിരുന്ന സന്തോഷ് കുറുപ്പ് എന്നിവരിൽ നിന്ന് തുല്യമായി തുക ഈടാക്കണമെന്നുമായിരുന്നു ശുപാർശ.
ഈ 3 പേരുടെ ഭാഗത്തു നിന്നുണ്ടായ ബോധപൂർവമായ പ്രവൃത്തികൾ കാരണമാണ് ആവശ്യമായ യോഗ്യതയില്ലാത്ത സ്വപ്ന സുരേഷിനെ ജൂനിയർ കൺസൾട്ടന്റായി നിയമിച്ചതെന്നായിരുന്നു ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയും ശമ്പളം ഉദ്യോഗസ്ഥരിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്ന് ശുപാർശ ചെയ്തു. തന്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച പൂർണ്ണമായ അറിവോടെയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ സ്പേസ് പാർക്കിൽ നിയോഗിച്ചതെന്നും അതിനായി അപേക്ഷിക്കുകയോ അഭിമുഖത്തിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ സ്വപ്ന വെളിപ്പെടുത്തി. ബയോഡാറ്റ തയ്യാറാക്കി കൊടുത്തത് ശിവശങ്കറാണെന്ന ആരോപണവും സ്വപ്ന ഉന്നയിച്ചു. തന്നെ നിയമിക്കാൻ സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ KPMG എന്ന കൺസൾട്ടൻസിയെ മാറ്റി PwCയെ കൊണ്ടുവന്നാണ് ശിവശങ്കർ നിയമനം നടത്തിയതെന്നും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. പ്രതിമാസം 3,18,000 രൂപ ശമ്പളത്തിലായിരുന്നു സ്വപ്നയുടെ നിയമനം. ന്യൂസ് 18 തിരുവനന്തപുരം. കാക്കനാട് മയക്കുമരുന്ന് കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കേസിലാകെ 25 പ്രതികളാണുള്ളത്. അറസ്റ്റിലായ 19 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിക്കുക. ആഡംബരക്കാരിൽ ആക്രമണകാരികളായ വളർത്തുനായ്ക്കളെയും കൂട്ടി കോടികളുടെ ലഹരിമരുന്ന് കടത്തിയ കേസിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കള്ളക്കടത്ത് സംഘത്തിലുണ്ടായിരുന്നു. മുഹമ്മദ് ഫവാസാണ് കേസിലെ 1-ാം പ്രതി. കേസിൽ അറസ്റ്റിലായ 19 പേരും ഇപ്പോഴും ജയിലിലാണ്. ഒളിവിലുള്ളവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 3 പ്രതികൾ വിദേശത്തേക്ക് കടന്നതായി ക്രൈംബ്രാഞ്ച് അറിയിച്ചു. ബിലാൽ ലജ്, ഷാറുഖ് സഹൽ, മുഹമ്മദ് ഫൈസൽ ഫവാസ് എന്നിവരാണ് വിദേശത്തേക്ക് കടന്നിട്ടുള്ളത്. ഇവർക്കായി എമിഗ്രേഷൻ ലുക്കൌട്ട് സർക്കുലറും പുറപ്പെടുവിച്ചു. 4 കോടിയോളം രൂപയുടെ MDMA വിൽപ്പനയ്ക്കെത്തിച്ച കേസിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ചെന്നൈ സ്വദേശിയായ ഷംസുദ്ദീൻ സൈറ്റിൽ നിന്നാണ് പ്രതികൾ രാസലഹരി മരുന്ന് വാങ്ങിയത്. കേസിൽ ഇയാൾ 25-ാം പ്രതിയാണ്. കൊച്ചിയിൽ അറസ്റ്റ് നടന്ന ഉടൻ കുടുംബവുമായി ഇയാൾ ഒളിവിൽ പോയി. ലഹരിമരുന്ന് ശൃംഖലയുടെ മുഖ്യ കണ്ണിയായ ഇയാൾക്കു വേണ്ടി അന്വേഷണ സംഘം ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. 15 ലക്ഷം രൂപ ഷംസുദ്ദീൻ സൈറ്റിന്റെ അക്കൗണ്ടിലേക്ക് പ്രതികൾ നേരിട്ട് കൈമാറിയിട്ടുണ്ട്. അതല്ലാതെയും വലിയ തുക പലതവണയായി നൽകിയിട്ടുണ്ടെന്നും പ്രതികൾ ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചിട്ടുണ്ട്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. തുടർച്ചയായി മാറ്റിവെക്കേണ്ടി വന്ന നെഹ്റു ട്രോഫി ജലമേള ഈ വർഷം നവംബറിൽ നടത്തും. സാധാരണ ഓഗസ്റ്റ് മാസം 2-ാം ശനിയാഴ്ച നടത്തിയിരുന്ന ജലമേള വിനോദസഞ്ചാരികൾ കൂടുതൽ എത്തുന്ന സീസൺ കണക്കാക്കിയാണ് നവംബറിലേക്ക് മാറ്റിയത്. അതേസമയം തർക്കത്തെ തുടർന്ന് ഫലം മരവിപ്പിച്ചിരുന്ന 2011 നെഹ്റു ട്രോഫി ജേതാവായി കാരിച്ചാൽ ചുണ്ടനെ പ്രഖ്യാപിച്ചു. പുന്നമടക്കായലിൽ തുഴത്താളം നിലച്ചിട്ട് 2 വർഷമാകുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ മുങ്ങിത്താഴ്ന്ന ജലമേള വിനോദസഞ്ചാര മേഖലയ്ക്ക് ആശ്വാസം പകർന്നുകൊണ്ട് നവംബറിൽ നടത്താനാണ് തീരുമാനം. സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സീസൺ കണക്കാക്കിയാണ് ആഗസ്റ്റ് മാസത്തിൽ നിന്ന് നവംബറിലേക്കുള്ള തീയതി മാറ്റം. നമ്മൾ ഡിസംബറിൽ നടത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും നമുക്കത് നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വർഷം നേരത്തെ, അതായത് കുറച്ചുകൂടെ ഈ നവംബർ എന്നുള്ളത് സാധാരണ നടക്കുന്നത് ഓഗസ്റ്റ് എന്നുള്ളത് നവംബറിൽ നടത്തണമെന്നുള്ളതാണ് ഇവിടെ നിന്ന് വന്ന ഒരു ആവശ്യം. ചാമ്പ്യൻസ് ബോട്ട് ലീഗിനെ കുറിച്ചുള്ള തീരുമാനം പിന്നീടേ ഉണ്ടാകൂ. അതേസമയം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2011 നെഹ്റു ട്രോഫി വിജയിയായി കാരിച്ചാൽ ചുണ്ടനെ പ്രഖ്യാപിച്ചു. ഫ്രീഡം ബോട്ട് ക്ലബ്ബായിരുന്നു കാരിച്ചാൽ തുഴഞ്ഞത്. ആദ്യം വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ട ദേവദാസ് ചുണ്ടന്റെ വിജയം ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും ഉൾപ്പെട്ട ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റിയാണ് അസ്ഥിരപ്പെടുത്തിയത്. നിയമപ്രകാരമുള്ള യൂണിഫോം ധരിക്കാത്തതിനാണ് നടപടി. അന്ന് ഈ ദേവാസ് എന്ന് പറയുന്ന ക്ലബിനാണ് 1-ാം സ്ഥാനം കിട്ടിയിരുന്നത്. അപ്പോൾ അവരന്ന് യൂണിഫോം ധരിച്ചിരുന്നില്ല എന്നാണ് നമ്മുടെ റൂളിൽ. അത് യൂണിഫോം ഇടണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഫൈനലിൽ മത്സരിച്ച മറ്റ് ചുണ്ടൻ വള്ളങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ജലമേളയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ജേതാവായ ചുണ്ടൻ വള്ളത്തിന്റെ വിജയം അസാധുവാക്കി മറ്റൊരു ചുണ്ടനെ വിജയിയായി പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. ഒരു VIP ചികിത്സയുടെ തിരക്കിലാണ് കൂത്താട്ടുകുളത്തെ ശ്രീധരീയം നേത്ര ചികിത്സാലയം. കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗയും കുടുംബവുമാണ് നേത്ര ചികിത്സയ്ക്കായി കൊച്ചിയിലെത്തിയിരിക്കുന്നത്. ചികിത്സയ്ക്കായി ശ്രീധരീയം തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണവും ഒഡിംഗൻ കുടുംബത്തിനുണ്ട്. മുൻ പ്രധാനമന്ത്രി ആദ്യ വൈസ് പ്രസിഡന്റ് ജെറാമോഗി ഒഡിംഗയുടെ മകൻ, ഓറഞ്ച് ഡെമോക്രസി മുന്നണിയുടെ നേതാവ്, പ്രസിഡന്റ് സ്ഥാനാർത്ഥി. കെനിയൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് റെയ്ല ഒഡിംഗ.
മകൾ റോസ്മേരി ഒഡിങ്കയുടെ നേത്രചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി കേരളത്തിലെത്തിയത്. 2017 നേത്രരോഗം ബാധിച്ച് റോസ്മേരിയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ചൈനയിലും ഇസ്രയേലിലുമടക്കം ചികിത്സ നൽകിയെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ 2019 കൂത്താട്ടുകുളം ശ്രീധരീയത്തിലെത്തി ചികിത്സ നടത്തി കാഴ്ചശക്തി തിരിച്ചുകിട്ടി. തുടർ ചികിത്സകൾക്കായാണ് കെനിയൻ മുൻ പ്രധാനമന്ത്രിയും കുടുംബവും വീണ്ടും കേരളത്തിലെത്തിയത്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ഒഡിങ്കയും കുടുംബവും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കൂത്താട്ടുകുളത്തെ ഹൈസ്കൂൾ ഗ്രൗണ്ടിലിറങ്ങി. റൈല ഒഡിങ്കയും കുടുംബവും ഏതാനും ദിവസങ്ങൾ കൊച്ചിയിലുണ്ടാകും. ശ്രീധരീയത്തിലെ ചികിത്സയിൽ റോസ്മേരിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയത് കെനിയയിലെ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. പിന്നീട് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ റൈല ഇക്കാര്യം വിശദീകരിച്ചിരുന്നു. ഒഡിങ്കയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ സന്നാഹങ്ങളും കൂത്താട്ടുകുളത്ത് ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വീണ്ടും ഒരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com.